ഇന്നൊരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. എസ്ദുവിനെയും കൊണ്ട് ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അതൊരു ഡോക്യുമെൻ്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ സിമ്പിളായിട്ടാണ് റെഡി ആയിട്ടുള്ളത്. ഒരു മോയ്സ്ചറൈസറും ലിപ് ബാമും ഇട്ട് ഒരു ലിപ്സ്റ്റിക്കും ഇട്ടിട്ടാണ് ഇറങ്ങിയത്. സൺസ്ക്രീൻ തീർന്നു പോയി, അല്ലെങ്കിൽ അതും കൂടി ഇടാറുണ്ട്. നമ്മൾ പോകുന്നത് പാർക്കിലോട്ടാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് ഇടയ്ക്ക് കുടിക്കാനായിട്ട്. പിന്നെ കുറച്ച് സ്നാക്സും അതൊക്കെ എല്ലാം എടുത്തു. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പാർക്ക് വരുന്നത്. 1-2 കിലോമീറ്ററിന് ഉള്ളിലാണ്. നടക്കണമെന്ന് വെച്ചാൽ നടന്നാൽ മതി. പക്ഷേ എസ്ദുവിനെയും കൊണ്ട് പാടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇക്ക നമ്മളെ പാർക്കിലോട്ടാക്കിയിട്ട് ഇക്ക പോവും. എസ്ദുവിന് പനിയും ജലദോഷമൊക്കെ പിടിച്ചതിന് ശേഷം ഇപ്പോഴാണ് അവനെ പാർക്കിലോട്ട് കൊണ്ടുവരുന്നത്. കുറേ നാളായി. പിന്നെ നല്ല പെർഫെക്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു. ഒരു ചെറിയൊരു കാറ്റും, പക്ഷേ എന്നാൽ ഒരു ചെറിയ ചൂട് കാറ്റും വരുമെന്ന് എനിക്ക് തോന്നും. ഇവിടെ ഇനി ചൂട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ ഒരു തുടക്കമാണെന്ന് തോന്നുന്നു. കാറ്റടിക്കുമ്പോൾ ഒരു ചെറിയ ചൂടും കൂടെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. ഇന്നധികം വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല കാമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു എന്തെങ്കിലുമൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ബുക്കും പെൻസിലൊക്കെ എടുത്തിട്ട് ഞാൻ കളറൊക്കെ എടുത്ത് ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് എനിക്കങ്ങനെ തോന്നി അങ്ങനെ അങ്ങ് വരച്ചു. പാർക്കിലധികം പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എസ്തുവിന് കൂടെ കളിക്കാൻ ആരുമില്ല. അങ്ങനെ അവൻ എന്നെ വിളിച്ചുകൊണ്ടാണ് വന്നത് കളിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടമാണ് എസ്തുവിൻ്റെ കൂടെ ഉള്ളൊരു കമ്പനി. അപ്പം ഞാനും അവൻ്റെ കണക്ക് ഒരു കുഞ്ഞു കുട്ടീനെ കണക്ക് ഞാനും അവൻ്റെ കൂടെ കളിച്ചു. ഒരുപാട് നാൾക്ക് ശേഷം എന്തോ ഒരു എൻജോയ് ചെയ്ത് എന്തോ ചെയ്ത പോലെ ഒരു ഫീലായിരുന്നു. ഞാനും ഒരു കുട്ടിയായി മാറിയ പോലെ തോന്നി. പണ്ട് കസിൻസിൻ്റെ കൂടെയൊക്കെ കിടന്ന് ഓടി കളിക്കില്ല, അതുപോലെ തോന്നി. ഒരുപാട് കളിച്ചു ഇന്ന്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്നിട്ട് കൊണ്ടുവന്ന സ്നാക്സും ഒക്കെ കഴിച്ച് കുറേ നേരം അങ്ങനെ തന്നെ നമ്മൾ റിലാക്സ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വരച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. എൻ്റെ കുഞ്ഞിലെ ഉള്ളൊരു ഹോബിയിൽ പെട്ടൊരു കാര്യമാണ് ഡ്രോയിങ് ചെയ്യാമെന്നുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എസ്തുവിന് അപ്പോഴത്തേക്കും ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇക്കായെ വിളിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാനിവിടെ കയറുള്ളൂ. നിങ്ങൾ കളിക്കില്ലാട്ടോ. ഞാനാണ് ആദ്യം വന്നത്, നീ പിന്നെയാണ് എടുത്ത് അങ്ങോട്ട് ഇരുത്തിയണക്ക. ഉമ്മ കയറിയിരുന്ന മക്കളുടെ സീറ്റില്. പപ്പ പറയാനിരുന്ന് മക്കളുടെ സീറ്റിൽ കയറിയിരുന്ന അമ്മ. ഇനി പോട്ട് കുഴപ്പമില്ല, ഇനി ഇരിക്കട്ടെ. നമുക്ക് വീട്ടിൽ ചെന്ന് ഇറക്കിക്കണം, മക്കൾ ഇവിടെ ഇരിക്കും. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു പാൽ വാങ്ങിക്കാനായിട്ട്. പിന്നെ ബ്രെഡ് കണ്ടപ്പോഴത്തേക്ക് അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ല് ചെയ്തിട്ട് ഇറങ്ങാൻ നേരം ഒരു അറബി എസ്തുവിൻ്റെ കയ്യിൽ ഒരു 5 ദിർഹം എടുത്തിട്ട് കൊടുത്തു. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഡ്രോയിങ് ആയിരുന്നു എൻ്റെ മനസ്സിൽ. അതൊന്ന് ഫിനിഷ് ചെയ്യണം, അത് ഫിനിഷ് ചെയ്തിട്ടൊന്ന് നോക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് വന്നത്. അപ്പോൾ വന്ന ഉടനെ ഞാൻ ആ ഒരു ഡ്രോയിങ് അങ്ങ് ഫിനിഷ് ചെയ്തെടുത്തു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇടയ്ക്ക് വെച്ചിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അൽമറൈര കാരമൽ പുഡിങ് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് കോഫി ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാരമൽ പുഡിങ്ങും കുറച്ച് മിൽക്ക് കൂടി ഇട്ടിട്ട് അതും നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ടിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫിയും കൂടെ ഒഴിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു മൂവിയൊക്കെ പ്ലേ ചെയ്തിട്ടിരുന്നാണ് കുടിച്ചത്. ചില ദിവസങ്ങളിൽ മൂവിയൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാൻ നല്ല മൂഡാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഇപ്പോഴും പണ്ട് ഞാൻ നല്ല രീതിക്ക് ടി വിയും മൂവീസൊക്കെ കാണുമായിരുന്നു. അപ്പം ആ ഒരു ശീലം പയ്യെ മാറ്റി വന്നതാണ്. എൻ്റെ ഒരു ദിവസത്തെ മുക്കാൽ ഭാഗവും ഞാൻ ടി വി കണ്ട് തീർക്കുമായിരുന്നു. ഇപ്പം ടി വി കാണുന്നത് കുറച്ച് പറ്റയ്ക്കും എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. കൂടുതൽ ഈ നൈറ്റ് ആകുമ്പോഴത്തേക്കാണ് എനിക്ക് ബോറടിക്കുന്നത്. അപ്പോഴത്തേക്ക് കുറച്ചേരം ടി വി ഒക്കെ ഇട്ട് കണ്ടിട്ട് അങ്ങനെ നിർത്താറാണ് പതിവ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന വേർഡ്
ആയിട്ടുള്ള സാധനമില്ലേ, ഈ പ്രിങ്കിൾസും ഡയറി മിൽക്കും കൂടി ഫ്രീസ് ചെയ്യുന്നത്. അപ്പം അത് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ദിവസമായി ഈ പ്രിങ്കിൾസും ചോക്ലേറ്റ്സും വാങ്ങി വെച്ചിട്ട് ഞാൻ അങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇന്ന് അതങ്ങ് ചെയ്തിട്ട് എൻ്റെ ഈ ഒരു വ്ളോഗ് ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാമെന്നങ്ങ് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഗ്ലാസ്സിൽ എന്താ ചെയ്യണമെന്ന്? ഇത്രയും വലിയ ബോട്ടിൽ ചെയ്യാനുള്ള ചോക്ലേറ്റ്സ് വേസ്റ്റ് ആക്കണോ? ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്.